ഹായ്, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് 36 ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഇനി 37 മുതലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, പനീർ തയ്യാറാക്കുന്നതിനുള്ള ഐഡിയൽ pH എത്രയാണ്? 5.2 മുതൽ 5.5 വരെ. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, കർഡ് ഉണ്ടാകുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ്. പാലിൻ്റെ ദുർഗന്ധം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? മൈക്രോബിയൽ സ്പോയിലേജ്. മൈക്രോബിയൽ സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ മൂലം ഭക്ഷ്യവസ്തുക്കൾ കേടാകുന്നത് എന്നാണ്. ഇതിൽ സൂക്ഷ്മാണുക്കൾ എന്ന് സൂചിപ്പിക്കുന്നത് ബാക്ടീരിയ, ഈസ്റ്റ്, പൂപ്പൽ എന്നിവയാണ്. പാൽ റൂം ടെമ്പറേച്ചറിൽ വേഗത്തിൽ കേടാകുന്നത് എന്തുകൊണ്ട്? ബാക്ടീരിയ വളർച്ച വേഗത്തിൽ കൂടുന്നു. അടുത്തത് 41ാമത് ക്വസ്റ്റ്യൻ, പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ എത്രയാണ്? 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്. HTST എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം, കുറച്ച് സമയം കൊണ്ട് ഉയർന്ന താപനില. LT മെത്തേഡ് ടെമ്പറേച്ചർ. LT എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം, 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്. പാൽ 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ചൂടാകുന്നു. ഹോമോജനൈസേഷൻ എന്തിനാണ് ചെയ്യുന്നത്? ഫാറ്റ് ഗ്ലോബുലസ് തകർത്ത് യൂണിഫോം മിൽക്ക് ഉണ്ടാക്കാൻ. മിൽക്ക് ചില്ലിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. പാൽ തണുപ്പിക്കുന്നതിനുള്ള താപനിലയാണ്, അത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. UHT ഫുൾ ഫോം, അൾട്രാ ഹൈ ടെമ്പറേച്ചർ. 46ാമത്തെ ക്വസ്റ്റ്യൻ, UHT ടെമ്പറേച്ചർ എത്രയാണ്? 135 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ്. ക്രീം സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഫാറ്റ് വേർതിരിച്ച് ക്രീം ഉണ്ടാക്കാൻ. ആ ക്രീമിൽ നിന്ന് പിന്നെ നമ്മൾ നെയ്യ് വേർതിരിച്ചെടുക്കുന്നു. ക്രീം ലഭിക്കുന്നത് എങ്ങനെ? പാലിലെ ഫാറ്റ് ലെയർ സെപ്പറേഷൻ വഴി. മിൽക്ക് സ്റ്റാൻഡേർഡൈസേഷൻ എന്നത് ഫാറ്റ് SNF ശതമാനം ക്രമീകരിക്കാൻ. ഇതിൽ SNF എന്ന് പറയുന്നത് സോളിഡ് നോട്ട് ഫാറ്റ് ആണ്. ഫാറ്റ് ഫോർ സോളിഡ് എന്നും പറയും. ടോൺഡ് മിൽക്ക് ഫാറ്റ് എത്ര ശതമാനമാണ്? 3%. വളരെ കുറഞ്ഞ കൊഴുപ്പ് അടങ്ങിയ പാലാണ് ടോൺഡ് മിൽക്ക്. ഡബിൾ ടോൺഡ് മിൽക്ക് ഫാറ്റ് 1.5%. സ്കിം മിൽക്ക് ഫാറ്റ് 0.5%-ൽ താഴെ. 53ാമത്തെ ക്വസ്റ്റ്യൻ, ബോയിലർ സ്റ്റീം ഉപയോഗിക്കുന്നത് ഏതിനാണ്? ഹീറ്റിംഗ് പാസ്ചറൈസേഴ്സ്. CIP ഫുൾ ഫോം, ക്ലീനിങ് ഇൻ പ്ലേസ്. CIP കെമിക്കൽസ് ഏതൊക്കെയാണ്? കാസ്റ്റിക് പ്ലസ് ആസിഡ് പ്ലസ് ഹോട്ട് വാട്ടർ. പാൽ സംസ്കാര പ്ലാന്റുകളിലെ വൃത്തിയാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന കെമിക്കൽസുകളാണിത്. കാസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ്, ആസിഡ് ക്ലീനറുകൾ, പിന്നെ ഹോട്ട് വാട്ടറും കൂടെ. മിൽക്ക് ടാങ്കർ എത്ര തവണ വാഷ് ചെയ്യണം? ദിവസവും. പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്തിന്? പാൽ വേഗത്തിൽ ചൂടാക്കാനും തണുപ്പിക്കാനും. ഹോമോജനൈസർ പ്രഷർ എത്രയാണ്? 150 മുതൽ 200 ബാർ. പാക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് മിൽക്ക് 4 ഡിഗ്രി സെൽഷ്യസ്. മിൽക്ക് പാക്കിംഗ് മെഷീൻ ടൈപ്പ് ഫോം ഫിൽ സീൽ മെഷീൻ. കർഡ് ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന ഘടകം സ്റ്റാർട്ടർ കൾച്ചർ.
കറണ്ട് സെറ്റിംഗ് ടെമ്പറേച്ചർ 37 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ്. പനീർ എങ്ങനെ ഉണ്ടാക്കുന്നു? പാൽ ചൂടാക്കി ലെമൺ, സിട്രിക് ആസിഡ് ചേർത്ത്. ഗീ ഉണ്ടാക്കുന്നത് എങ്ങനെ? ബട്ടർ, ക്രീം ചൂടാക്കി. ബട്ടറിന് നിറം വരുത്തുന്നത് എങ്ങനെയാണ്? കരോറ്റിൻ. മിൽക്ക് പൗഡർ ഉണ്ടാക്കുന്ന രീതി സ്പ്രേ ഡ്രൈയിങ്. മിൽക്ക് പൗഡർ ഉണ്ടാക്കുന്ന രീതിയാണ് സ്പ്രേ ഡ്രൈയിങ്. ഐസ്ക്രീം മിസ് പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ 80 മുതൽ 85 ഡിഗ്രി സെൽഷ്യസ്. ഐസ്ക്രീം ഫ്രീസിംഗ് ടെമ്പറേച്ചർ -5 ഡിഗ്രി സെൽഷ്യസ് ടു -10 ഡിഗ്രി സെൽഷ്യസ്. പനീർ മോയ്സ്ചർ ലിമിറ്റ് എന്ന് പറയുന്നത് 60% വരെയാണ്. ഗീ മോയ്സ്ചർ 0.5% താഴെ. മിൽക്ക് സോറിങ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ലാക്റ്റിക് ആസിഡ് വർധനം. പാസ്ചറൈസ്ഡ് മിൽക്ക് ഷെൽഫ് ലൈഫ് 48 മണിക്കൂർ. ഗീ ഷെൽഫ് ലൈഫ് കൂടുതലുള്ളത് എന്തുകൊണ്ട്? മോയ്സ്ചർ വളരെ കുറവ്. ബട്ടർ എവിടെ സൂക്ഷിക്കണം? റെഫ്രിജറേറ്റഡ്. മിൽക്ക് ടാങ്കർ ഇൻസുലേഷൻ എന്തിന്? ടെമ്പറേച്ചർ നിലനിർത്താൻ. 76ാമത്തെ ക്വസ്റ്റ്യൻ. മിൽമ ഐസ്ക്രീം മിസ് ഫ്രീസിംഗ് എക്യുപ്മെന്റ് കണ്ടിന്യൂസ് ഫ്രീസർ. പനീർ പ്രസിംഗ് ടൈം എത്ര? 10 മുതൽ 20 മിനിറ്റ്. ഫ്ലേവേർഡ് മിൽക്ക് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് UHT. ക്രീം ഫാറ്റ് പേഴ്സൻറ്റേജ് 20 മുതൽ 40%. മിൽമ മിൽക്ക് പാക്ക് സൈസസ് 250 മില്ലി, 500 മില്ലി, 1 ലിറ്റർ. മിൽമ പാക്കറ്റുകളാണ് 250-ൻ്റെയും 500 മില്ലിയുടെയും 1 ലിറ്ററിൻ്റെയും ഉള്ളത്. FSSAI ഫുൾ ഫോം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഹക്മാർക്ക് ഏതിന്? കൃഷി ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ. ISI എന്തിനാണ്? ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്. ഫാറ്റ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബ്യൂട്ടിറോമീറ്റർ. ലാക്ടോമീറ്റർ എന്തളക്കുന്നു? പാലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. പാലിൽ വെള്ളം കലർത്തിയാൽ ലാക്ടോമീറ്റർ റീഡിംഗ് എങ്ങനെയാകും? കുറയും. മിൽക്ക് പ്രിസർവേറ്റീവ്സ് അനുവദനീയമാണോ? ഇല്ല. ഫോർമാലിൻ മിക്സ് ചെയ്താൽ അതിൻ്റെ അപകടം അതിവിപത്തുള്ള വിഷം. ഡയറി പ്ലാന്റ് വർക്കേഴ്സ് ധരിക്കേണ്ട വസ്ത്രങ്ങൾ ആപ്രോൺ, ഗ്ലോവ്സ്, ക്യാപ്പ്, സേഫ്റ്റി ഷൂസ്. ഡയറി പ്ലാന്റ് വർക്കേഴ്സ് ധരിക്കേണ്ട വസ്ത്രങ്ങളാണ് ആപ്രോൺ, ഗ്ലോവ്സ്, ക്യാപ്പ്, സേഫ്റ്റി ഷൂസ്. ഹൈജീൻ പ്രധാനമാണ്. എന്തുകൊണ്ട്? ദുർഗന്ധം, മലിനീകരണം ഒഴിവാക്കാൻ. പ്ലാന്റ് ഫ്ലോർ വാഷ് ചെയ്യുന്നത് ഹോട്ട് വാട്ടറും സാനിറ്റൈസറും കൊണ്ട്. മിൽമ QC ലാബ് പരിശോധിക്കുന്നവ ഫാറ്റ്, SNF, MBRT, അസിഡിറ്റി. പാൽ കെടുന്നത് എങ്ങനെ തിരിച്ചറിയാം? സോർ സ്മെൽ. BMC ടെമ്പറേച്ചർ എത്ര? 4 ഡിഗ്രി സെൽഷ്യസ്. മിൽമ കളക്ഷൻ സെന്ററിൽ ഉപയോഗിക്കുന്നത് AMCU ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ യൂണിറ്റ്. പാലിൻ്റെ ഡെൻസിറ്റി 1.028 മുതൽ 1.036. ബോയിലർ സെക്ഷൻ വർക്കേഴ്സ് സേഫ്റ്റി. ഹെൽമറ്റ്, ഗ്ലൗസ്, സേഫ്റ്റി വിയർ. ഇലക്ട്രിക്കൽ സേഫ്റ്റി പ്ലാന്റിൽ നിർബന്ധമാകുന്നത് എന്താണ്? വെള്ളം സാന്നിധ്യമുള്ളതിനാൽ ഹൈ റിസ്ക്. മിൽമ ക്വാളിറ്റി സിസ്റ്റം ISO 22000/HACCP. ഡയറി പ്ലാന്റിന്റെ പ്രധാന ലക്ഷ്യം ഉയർന്ന ഗുണമേന്മയുള്ള സുരക്ഷിത പാൽ ഉൽപ്പന്നങ്ങൾ നൽകുക.